രാഹുൽ വളരെ സീരിയസ് ആയിട്ടാണ് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്കൾ എൽദോസ് കുന്നപ്പിള്ളിൽ MLA-യുമായി സംസാരിച്ചു എന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തെ ടെലിഫോണിൽ ലഭിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് കൺഫർമേഷൻ നമുക്ക് കിട്ടണം. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കണോടാ. പുരുഷൻ എന്തിനാണ് കമ്മീഷൻ എന്ന് നമ്മളിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് രാഹുൽ ഗോഡ്ഫാദറിൽ ചോദിക്കില്ലേ, എന്തിനാടാ പഠിക്കുന്നതെന്ന് ചോദിക്കില്ലേ മായിൻകുട്ടിയോട്? ആ ഒരു അർത്ഥത്തിൽ മാത്രമേ ആ ചോദ്യം എടുക്കാവൂ എന്നൊരു അപേക്ഷ കൂടി എനിക്കുണ്ട്. കേരളക്കാരെ പറയിപ്പിക്കാൻ മേലാലിന്റെ പൂടിയന്റെ ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ അന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പാക്കും. ഓൾറെഡി DGP കൂടെ പരാതി കൊടുത്തു. ഇനി ന്യൂസ് 18നുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് കാര്യം കൂടി. ആളെയാണ് സ്ട്രൈറ്റാ, വെള്ളച്ചിലൊന്നും നടക്കുകയല്ല. എനിക്കിട്ടും കിട്ടി തട്ട് വിട്ടോ എന്തൊരു സ്ട്രിക്റ്റ്. ന്യൂസ് 18നുമായിട്ട് കമാൽ പാഷ സാറിന്റെ പ്രസ്താവനകളാണ് ഞങ്ങൾ മെയിൻലി എടുത്തത്. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് ശ്രദ്ധിച്ചില്ലേ? അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. അഹമ്മദില്ലേ അവൻ കാണിച്ചത്? നാലാളറിയട്ടെ അവൻ മഹാ തെമ്മാടിയാണെന്ന്. എന്താ വാസു അറിയട്ടെ? ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെല്ലാം ആദരിക്കുന്ന ആരാധിക്കുന്ന ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് കമാൽ പാഷ പറയാണ്, അവളൊരു കോർണറിൽ പെട്ടുപോയി, രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. അവസാനം അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സോടെ കഷായം കൊടുത്തു. ഞാൻ ഈ മീശ ചേർത്തൊന്നും തന്നല്ലോ. അതിനകത്തുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. അഭിപ്രായം പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. താങ്കൾക്ക് മാത്രമല്ല. താങ്കൾക്ക് ഈ വിഷയങ്ങളിൽ ഈ നിലയ്ക്കുള്ള അഭിപ്രായം പറയാമെങ്കിൽ ഒരു വിധിയെ ഒരു റിട്ടയർഡ് ജസ്റ്റിസിന് അത് വിലയിരുത്തിക്കൂടെ? അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാണ് നാരായണ അഭിപ്രായം പറയാൻ പോകുന്നത്? ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരൊറ്റ ചോദ്യം, ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ? ടിവിയിലെ പലരും സംസാരിക്കുന്നത് കേട്ടാൽ ഷാരൺ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അവൻ നല്ല ഉശിരുള്ള ചെറുപ്പക്കാരനാ. ആ ചെത്തുകാരനെയും കുട്ടിയുള്ള അവന്റെ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് അവനോട് ബഹുമാനം തോന്നി. ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്. ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി. ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു. കോർണർ ചെയ്തു. നിങ്ങളിൽ എല്ലാരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ പാഷ സാറിന്റെ, അന്തസ്സായി കഷായം കൊടുത്തു. രാഹുൽ ഈശ്വർ പറയണല്ല, നിങ്ങളെല്ലാം TV ചാനലിൽ കേട്ട് കാണും. അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് ഇത് എടുത്തു കൊടുത്തു. ഒരു മന്ദൻ. ഇത് രാഹുൽ ഈശ്വർ ഷാരോണെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ നിൽക്കുന്ന AKMക്കാര് ഷാരോൺ ആണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ? മിക്കവാറും ഇത് പുലിവാലാകുമെന്നാ തോന്നുന്നേ. പുലിവാലാകുമെന്നല്ല, പുലിവാലായി. കൊല്ലപ്പെട്ട ഷാരോണിനെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും അവൻ എന്തിനു വേണ്ടിയാണ് പോയത് അങ്ങോട്ട് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ കമാൽ പാഷ സാറിനോട്, സാറേ കുറച്ചു മനുഷ്യത്വം കൂടെ വേണ്ടേ എന്ന് ചോദിക്കാൻ കൂടി രേണുകാജിക്ക് കഴിഞ്ഞാലാണ് ഒരു കമാൽ പാഷ സാർ പറഞ്ഞ കാര്യത്തിന് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എങ്കിലും ഒന്ന് പറയാം, ഞാൻ ഇവരുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. എന്താടോ? ബഷീർ സാറിന്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തുന്നതിന് എന്ത് അനീതിയാണ് ഇവർ കാണുന്നത്? അധികാരമില്ലാതെ താൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയിട്ടും പോരാടിയിട്ടും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. തന്നെ പോലെ സാമൂഹ്യ ബോധവും നിശ്ചയദാർഢ്യവും തന്റെ ഓരോരുത്തരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചെന്ന് സല്യൂട്ട് ചെയ്തിട്ട് ഒരൊറ്റ ദിവസമെങ്കിലും അന്തസ്സോടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ? പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലെ കുറച്ചുപേരെ കാണൂ എന്നവർ മറക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും. താൻ ഒന്നും പറയണ്ട, ഇത് ഞങ്ങളുടെ തീരുമാനം. അനുസരിക്കണം, ഞങ്ങളുണ്ട് കൂടെ. പോലീസുകാർ പാലും കൊണ്ടുപോയി, കട്ടൗട്ടും കൊണ്ടുപോയി. ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് പറയണത്, ഞങ്ങൾ പുരുഷ കമ്മീഷൻ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റേസ് ചെയ്തു. ഇന്നലെ അജിത് കുമാർജിയോടൊപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് MLA കണ്ടു. എൽദോസ് MLAക്ക് ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു. പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു. 1000 വോട്ടേ തനിക്ക് കിട്ടിയുള്ളൂവെങ്കിലും ആ 1000 പേരും തന്റെ ഒപ്പമാ, തന്റെ നേതൃത്വം അംഗീകരിച്ചവരാ. അത് മതിയടോ. ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു. ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന് കേട്ടിടത്തോളം വെച്ച് ഇതാകപ്പാടെ ഒരു നനഞ്ഞ പണിയാണ്. നീ ബഹളം വെക്കണ്ട, വഴിയുണ്ടാവും. യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വനിതകളും കൂടെ നിൽക്കുന്നുണ്ട്. പുരുഷ കമ്മീഷന്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല. പുരുഷന് ഇവിടെ നിയമപരമായി യാതൊരു കാര്യവുമില്ല. ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് ഗണിച്ചിട്ടില്ല. ഞാനിപ്പോ അന്തസ്സുള്ള പണിയാണോടാ മച്ചമ്പി? ആവശ്യത്തിന് അന്തസ്സൊക്കെ ഉണ്ട്. എന്നൊക്കെ പറയുമ്പോ തന്നെ ഒരു വെട്ടിപ്പൊട്ടുന്ന പോലെ. ഒരു മീഡിയക്കാർക്ക് ഉള്ളിൽ തോന്നി, എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും. ആരും ഷാരനെ ഒന്നും അങ്ങനെ വേട്ടക്കാരൻ വിളിക്കില്ല. പക്ഷേ ജഡ്ജി ആയിരുന്ന, ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ചക്കള്ളങ്ങൾ ടിവിയിലിരുന്ന് പറയാണ്. കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ്. മച്ചമ്പി അത് നേരാ. ഷാരൻ എന്തിനാണ്
യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കുകയാണ്, മരിച്ചൊരാളെ അവഹേളിക്കുകയാണ്. മരിച്ചൊരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു. താനെ കാണ്ടാമൃഗം